ഈ സാധാരണ നിലയിൽ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുമ്പോൾ കോസ്റ്റൽ പോലീസിന്റെ അടക്കം അനുമതി വാങ്ങേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ച വിഷയത്തിലടക്കം ഇവിടെ നിയമങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും അപകടം സംബന്ധിച്ച വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ടൂറിസം ഡയറക്ടറോട് ടൂറിസം മന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം സാധാരണ രീതി നടക്കുന്നത് ഇന്ന തരത്തിൽ എഴുതി തരാൻ പറയും. ടൂറിസം ഡയറക്ടർ ആയിരിക്കും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുന്നത്. അത് അങ്ങനെ നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം ഇതിന് ആവശ്യമാണ്. ഇനിയും ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ ജീവൻ, പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണല്ലോ ഇവിടെ വരുന്നത്, അല്ലാതെ നമ്മുടെ വർക്കലക്കാർ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ടതും ബഹുഭൂരിപക്ഷം ഈ സംസ്ഥാനത്തുള്ള ആളുകളല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇതാരാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്? ടൂറിസം വകുപ്പാണോ? അതല്ല എങ്കിൽ മറ്റ് ഏത് ഏജൻസിയാണ്? എത്ര രൂപയ്ക്കാണ് ഇത് എടുത്തിട്ടുള്ളത്? ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇതെന്തിനാ രഹസ്യ സ്വഭാവത്തിൽ ഇത് കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ ജനങ്ങളുടെ പണമാണ്, അല്ല ആരുടെയും സ്വകാര്യ സമ്പത്തൊന്നുമല്ല. ഡിസംബർ മാസത്തിൽ ഇത് സ്ഥാപിച്ചപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, സ്ഥാപിച്ചപ്പോൾ ശാന്തമായ കടലിൽ ആണ് ഇത് കൊണ്ട് സ്ഥാപിച്ചു പോയത്. പക്ഷേ അതിനുശേഷം കടലിന്റെ സ്വഭാവം ഒരുപാട് മാറി. ഈ വേലിയേറ്റ സമയമൊക്കെ ഉള്ള സമയത്ത് കടലിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകും, ശക്തമായ തിരയുണ്ടാകും. ആ തിരയുണ്ടാകുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് സാധാരണ നിലയിൽ കിടക്കുന്ന പോലെയല്ല, ആടി ഉലയുകയാണ്. അതിൽ ആ കയറി നിൽക്കുന്ന ഒരാൾക്ക് ആ തിരയടിക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്ന് തോന്നുന്നു. അതിലൊക്കെ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും വെള്ളത്തിലേക്ക് തെറിച്ചു വീണാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ഭയങ്കര തിരയായിരുന്നു. ഈ തിരയൊക്കെ അവഗണിച്ചുകൊണ്ട് ലൈഫ് ഗാർഡുകൾ, ഇവിടുത്തെ ജനങ്ങളും എല്ലാം പറഞ്ഞ് ഇതിൽ യാതൊരു കാരണവശാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആളെ കയറ്റരുത്. ഇതൊന്നും വകവയ്ക്കാതെ ഇവിടുത്തെ തൊഴിലാളികൾ ഇതെല്ലാവരും അമിതമായിട്ട് ജനങ്ങൾ കൂടുന്ന ദിവസമാണ് ശനി ഞായർ ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്കലയിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നതാണ്. അത് ഇതിനകത്ത് കൊള്ളാവുന്നതിന് അമിതമായിട്ടുള്ള ആൾക്കാരെ വെച്ചാണ് ഈ കയറ്റി ഈ അപകടം ഉണ്ടായത്. ആരെങ്കിലും മരണപ്പെട്ടു പോയി എന്ത് ചെയ്യാമായിരുന്നു? താൽക്കാലികമായി ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ശരിയാക്കി ഈ കൈവരികളൊക്കെ വെച്ച് പിടിപ്പിച്ച ശേഷം വീണ്ടും ഇവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. വലിയ തിരയടിച്ചാൽ ആരാണെങ്കിലും കടലിൽ പോകും. അത്ര വലിയ തിര ആഞ്ഞടിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോയ, ഇന്നലെ അപകടത്തിൽ തകർന്നു പോയ ഇതിന്റെ കൈവരികളൊക്കെ കിടക്കുന്നത് ഏകദേശം ഒരു 10-100 മീറ്ററോളം മാറി അപ്പുറ സൈഡിലാണ്. അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. ഇതെല്ലാം ഈ കൈവരികളെല്ലാം ഇനി വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇതിനി ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോഴത്തെ ഈ ശക്തമായ തിരമാലയിൽ കിടക്കാൻ പരുവത്തിനുള്ള, അല്ലെങ്കിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് അല്ല ഇത് എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്.